ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. വിഷമിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. സ്നേഹം കൊണ്ടുള്ള തലോടലും കാമം കൊണ്ടുള്ള തലോടലും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അമ്മയായ നിങ്ങൾക്ക് അതിന് സാധിക്കൂ. നിങ്ങൾക്ക് മാത്രം. ആശ്വാസം പകർന്നുകൊണ്ടവൻ അവരുടെ ചുമലിൽ പതിയെ തട്ടി കുഞ്ഞുമോളുടെ നെറുകിലൊന്ന് ചുംബിച്ചു. ശേഷം പിന്തിരിഞ്ഞ് സിദ്ധാർത്ഥിനെയും സാവിത്രിയെയും നോക്കി. ഇരുവരും തരിച്ചു നിൽക്കുകയാണ്. അവർ മാത്രമല്ല, ചുറ്റിലുമുള്ള എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ്. ശ്രീറാം ശ്വാസമൊന്ന് നീട്ടിയെടുത്ത് സിദ്ധാർത്ഥിന് അഭിമുഖമായി നിന്നു. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നത് തനിക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഈ കുട്ടിയോട് തൻ്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തി അയാൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ദുർഗയായിരുന്നു അയാളുടെ ഈ വെറി പിടിച്ച സ്വഭാവത്തിന് ഇരയാക്കപ്പെട്ട ആദ്യത്തെ പെൺകുട്ടി. വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ. കേട്ടുനിന്നവരിൽ പ്രഭാകരവർമ്മയൊഴികെ ബാക്കി എല്ലാവരും അതിഭീകരമായി ഞെട്ടി. ഗോപുവും ശരണും പരസ്പരവും നോക്കി. ശ്രീറാം എങ്ങനെയാണിത് അറിഞ്ഞതെന്ന സംശയമായിരുന്നു അവർക്കുള്ളിൽ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. സിദ്ധാർത്ഥ് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. മറുപടിയായി ശ്രീറാം ഒന്ന് പുഞ്ചിരിച്ചു. ആവോളം പുച്ഛം കലർന്ന പുഞ്ചിരി. അച്ഛൻ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. എൻ്റെ അച്ഛൻ അവളെ സ്വന്തം മകളെപ്പോലെയാണ് സ്നേഹിച്ചത്. സിദ്ധാർത്ഥ് വാദിച്ചു. താനൊരു മൂഢലോകത്തിലാണ് സിദ്ധാർത്ഥ്. കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് നീ. ഈ പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത നിൻ്റെ അച്ഛൻ ദുർഗയെ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ. വാക്കുകൾ അർദ്ധോക്തിയിൽ നിർത്തി ശ്രീറാം സിദ്ധാർത്ഥിനെ നോക്കി. എന്തുകൊണ്ട് ഇത്രയും നാൾ അവൾ ആരോടൊന്നും പറഞ്ഞില്ല? വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചവൻ തൻ്റെ അച്ഛനെ വെള്ള പൂശാൻ ശ്രമിച്ചു. അവർക്ക് എവിടെയെങ്കിലും അടി പതറിയാലോ. ആര് പറഞ്ഞ അവൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന്? ചോദിച്ചു നോക്ക് നിങ്ങളുടെ അമ്മയുടെ അടുത്ത്. ഗോപു ഉച്ചത്തിൽ ആക്രോശിക്കവേ സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ അവിശ്വസനീയതയോടെ സാവിത്രിക്ക് നേരെ നീണ്ടു. അവർ അവനെ നോക്കിയതേയില്ല. ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി നിന്നു. സിദ്ധാർത്ഥിന് തൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. തൻ്റെ പതനം പൂർത്തിയായിരിക്കുന്നു. അച്ഛൻ അവളോടുള്ളത് ഇത്തരത്തിലൊരു സ്നേഹമായിരുന്നോ? അല്ലെങ്കിലും അവൾ എങ്ങനെയാണ് സിദ്ധാർത്ഥ് നിങ്ങളോടൊക്കെ എന്തെങ്കിലും ഒന്ന് പറയുന്നത്? സ്നേഹം പോയിട്ട് സൗമ്യമായ ഒരിക്കലെങ്കിലും നിങ്ങൾ ആ പെൺകുട്ടിയെ നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യന് നൽകേണ്ട എന്തെങ്കിലും പരിഗണന ഈ കഴിഞ്ഞ കാലം അത്രയും നിങ്ങൾ അവൾക്ക് നൽകിയിട്ടുണ്ടോ? ഒരു വാക്ക് പറയുകയോ ഒന്ന് തലോടുകയോ എപ്പോഴെങ്കിലും അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ താനും തൻ്റെ അമ്മയും? സ്വാതിയെപ്പോലെയല്ലേ സിദ്ധാർത്ഥ് നിനക്കവൾ? നിൻ്റെ അമ്മയുടെ സഹോദരി നിനക്ക് അമ്മ തന്നെയല്ലേ? ദുർഗ നിൻ്റെ പെങ്ങളല്ലേ? നിൻ്റെ രക്തമല്ലേ? ചോദ്യങ്ങൾ സിദ്ധാർത്ഥിനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടായി. അവൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ചു. അച്ഛൻ്റെ കൈ പിടിച്ചു വന്നൊരു കുഞ്ഞു പെൺകുട്ടി. സ്വന്തം പേര് പോലും അവൾക്ക് പറയാൻ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. സ്വാതി എന്ന് വിളിക്കുന്നത് കേട്ട് ഒരിക്കൽ തന്നെ ഏത്ത എന്ന് കൊഞ്ചിക്കൊണ്ട് വിളിക്കുകയുണ്ടായി. അന്ന് അമ്മ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു, പൊതിരെ തല്ലി. സങ്കടം തോന്നിയിരുന്നു വല്ലാതെ. അച്ഛനായിരുന്നു വീട്ടിൽ അവൾക്കുണ്ടായിരുന്ന ഏക തുണ. മുത്തശ്ശൻ പോലും അവളെ തിരിഞ്ഞു നോക്കാത്തത് എന്താണെന്ന് സംശയിച്ചിട്ടുണ്ട് പലപ്പോഴും. പോകെ അച്ഛൻ അവൾ മാത്രം മതിയെന്നായി. സ്വാതിയോടും തന്നോടും മിതമായി സംസാരിക്കുന്ന അച്ഛൻ അവളെ മാത്രം എപ്പോഴും കൂടെ കൊണ്ടു നടക്കും, ചുംബിക്കും, തലോടും. അവിടെ തുടങ്ങി തനിക്ക് അവളോടുള്ള ദേഷ്യം. അവളിൽ തുടങ്ങി അവളിൽ തന്നെ അവസാനിക്കുന്ന അമ്മയുടെ നിരന്തരമുള്ള നീണ്ട പരാതികൾ അവളോടുള്ള രോഷത്തിന് ആക്കം കൂട്ടി. താൻ വളർന്നപ്പോൾ അവളോടുള്ള പകയും വളർന്നു. തൻ്റെ അച്ഛനെ തങ്ങളിൽ നിന്നും അകറ്റിയതിൻ്റെ വൈരാഗ്യം അവളെ മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും വെറുക്കാനുള്ള കാരണവുമായി. പക്ഷേ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി അടർന്ന് നിലം പതിച്ചു. സിദ്ധാർത്ഥ്, തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. ഇപ്പോഴും ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തൻ്റെ സ്നേഹനിധിയായ അച്ഛനെ ദുർഗ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് പരാതി നൽകാം. പക്ഷെ ഒന്ന് മാത്രം ഓർക്കുക, ഈ വീട്ടിലുള്ള എല്ലാവരും അവൾക്കൊപ്പമാണ്. തൻ്റെ മുത്തശ്ശനടക്കം. ഇവിടെ നിൽക്കുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മ പോലും. അവൾക്കെതിരെ നിങ്ങളുടെ പരാതി പോകുന്നതിനടുത്ത നിമിഷം തനിക്കും തൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ഞങ്ങൾ നൽകും. വർഷങ്ങളായി നിങ്ങൾ അവൾക്ക് മേൽ ഏൽപ്പിച്ച എല്ലാ ക്രൂരതകളും ഞങ്ങൾ അക്കമിട്ട് നിർത്തും. നിയമത്തിൻ്റെ യാതൊരു പരിരക്ഷയും ലഭിക്കാത്ത വിധം ഞാൻ നിങ്ങൾ അടിമുടി പൂട്ടും. കാരണം ഇനിയൊരു ദുരിതത്തിലേക്ക് അവളെ തള്ളിവിടാൻ എനിക്ക് കഴിയില്ല. ചേർത്ത് പിടിക്കും ഞങ്ങളാലാവും വിധം. ഉറച്ച വാക്കുകളോടെ ശ്രീറാം തിരിഞ്ഞു നടന്നു. കോണിപ്പടിക്കരികിലെത്തവേ അവൻ പിന്തിരിഞ്ഞ് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. തൻ്റെ അച്ഛൻ അവളോട് ചെയ്തതിന് അവൾ നൽകിയ ശിക്ഷയാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത്.
അതനുഭവിക്കാൻ അയാൾ ബാധ്യസ്ഥനുമാണ്. സിദ്ധാർത്ഥ് മറുത്തൊന്നും പറഞ്ഞില്ല. ശ്രീറാമിനോട് വാദിച്ച് ജയിക്കാൻ മാത്രമുള്ള കരുത്ത് തന്നിലില്ലെന്ന് അവന് തോന്നിക്കാണണം. അല്ലെങ്കിൽ താനും അച്ഛനും തൻ്റെ കുടുംബവും ചെയ്ത ക്രൂരതകൾക്ക് ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ന്യായീകരണങ്ങളും അർഹിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കണം. ഏട്ടാ, ഞാനിവിടെ കിടന്നോളാം, ഏട്ടൻ പോയി ഉറങ്ങിക്കോ. ദയ കിടക്കുന്ന കട്ടിലിനൊരു വശം ചേർന്ന് കസേരയിലിരിക്കുന്ന ശ്രീറാമിനരികിൽ ചെന്ന് നിന്ന് ഗോപിക പറഞ്ഞു. ക്ഷീണം ബാധിച്ച് അവൻ്റെ മിഴികൾ കാണെ അവൾക്ക് വല്ലാതെ നൊമ്പരം തോന്നി. ഇന്ന് നടന്ന സംഭവത്തിന് ശേഷം ദുർഗ വല്ലാതെ അസ്വസ്ഥയാണ്. ഗോപുവിനെ പോലും അടുപ്പിക്കുന്നില്ലായിരുന്നു. പരിഭ്രാന്തിയോടെ സ്വയം വേദനിപ്പിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു വിധത്തിലാണ് അവളെ ഒന്ന് സമാധാനിപ്പിച്ച് കിടത്തിയത്. ശ്രീറാം ഓർത്തുകൊണ്ട് ദയയെ നോക്കി, പിന്നീട് ഗോപുവിനെ നോക്കി വിരസമായി പുഞ്ചിരിച്ചു. മോള് പോയി ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ഏട്ടൻ ഉറങ്ങണ്ടേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ ദക്ഷ ഇവിടെ ഒറ്റയ്ക്ക്? ഗോപിക വേവലാതിയോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, മോൾ ചെല്ലും, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. എന്നിട്ടും മടിച്ചു നിന്ന ഗോപികയെ ശ്രീറാം നിർബന്ധപൂർവ്വം മുറിയിലേക്ക് കൊണ്ടുപോയാക്കി. തിരികെ വന്നിരുന്നതിന് ശേഷം എപ്പോഴോ അവനൊന്നു മയങ്ങി. അരികിൽ എന്തോ അനക്കം തട്ടിയതറിഞ്ഞാണ് ശ്രീറാം മിഴികൾ തുറന്നത്. ചുറ്റും കട്ട പിടിച്ചിരുട്ടാണ്. നിലാവിൻ്റെ നേർത്ത ശോഭ പോലുമില്ല. വീണ്ടും തമ്മിൽ പുണരാൻ വെമ്പുന്ന ഇമകളെ വളരെ പ്രയാസത്തോടെ നിയന്ത്രിച്ചവൻ കൈകൾ സ്വിച്ച് ബോർഡിലേക്ക് നീട്ടി മുറിയിൽ വെട്ടം തെളിയിച്ചു. തനിക്ക് മുന്നിൽ പിന്തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീ രൂപത്തെ കണ്ടവനൊന്ന് ഭയന്നെങ്കിലും അത് ദയയാണെന്ന തിരിച്ചറിവിൽ അവനിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. അപ്രതീക്ഷിതമായി കണ്ണിലേക്ക് കുത്തിക്കയറിയ വെളിച്ചത്തിൽ ദയ കണ്ണുകൾ ഇറുക്കെ അടിച്ച് കൈകളാൽ അവയ്ക്ക് മീതെ മറതീർത്തു. എന്താ ദുർഗ? ശ്രീറാം ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് അടഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചതും അവൾ ഉടനടി പിന്തിരിഞ്ഞു. കണ്ണുകൾ കുറുക്കി മുറുകിയ മുഖഭാവത്തോടെ തനിക്ക് നേരെ പിന്തിരിഞ്ഞ ദയയെ കണ്ട് ശ്രീറാമിന് ചെറിയ പേടി തോന്നി. എന്നാൽ ശ്രീറാമിൻ്റെ മുഖം കണ്ണിൽ പതിഞ്ഞ മാത്ര ദയയുടെ രൗദ്രഭാവമയഞ്ഞു. ഒരു പക്ഷേ അവൾ പ്രതീക്ഷിച്ചത് മറ്റാരെയെങ്കിലും ആയിരിക്കണം. ഈ രാത്രി താനിതങ്ങും? പറഞ്ഞു തീരും മുമ്പേ ദയ ഓടി വന്നവൻ്റെ വാമൂടി. ശ്രീറാം അവളെ സംശയത്തോടെ നോക്കി. അവിടെ അവിടെ അയാളുണ്ട്, പുറത്ത്. നാലുപാടും കണ്ണുകൾ ചലിപ്പിക്കുന്ന ദയയെ ഇമചിമ്മാതെ നോക്കി ശ്രീറാം തൻ്റെ ചുണ്ടിന് മീതെയുള്ള അവളുടെ കൈ എടുത്തു മാറ്റി. അവിടെ എങ്ങും ആരുമില്ല ദുർഗ. ഉണ്ട്, അയാളുണ്ട്. എന്നെ എന്നെ തൊടാൻ ഞാൻ കൊല്ലും ഞാൻ. ഭ്രാന്തമായി പുലമ്പി പുറത്തേക്ക് പാഞ്ഞു ദയ. വാതിൽ കടക്കും മുന്നേ ശ്രീറാം ഓടിച്ചെന്നവളെ ഒരു കയ്യാൽ ചുറ്റിപ്പിടിച്ചെടുത്ത് പൊക്കി വീണ്ടും മുറിയിലേക്ക് കയറ്റി. മറുകയ്യാൽ വാതിൽ പുളികൾ അമർത്തി അടച്ചു. അവൾക്കുള്ളിൽ ഓർമ്മകൾ അലയടിച്ചു. മുമ്പെപ്പോഴോ രവീന്ദ്രൻ അവളുടെ മുറിയിൽ കയറി അവളെ ഇതുപോലെ ചുറ്റിപ്പിടിച്ച സന്ദർഭം കണ്ണിന് മുന്നിൽ തെളിഞ്ഞു. ഇപ്പോൾ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് ശ്രീറാമാണെന്ന ബോധ്യം അവളിൽ ഉണ്ടായിരുന്നില്ല. എങ്ങും രവീന്ദ്രൻ, അയാളുടെ മുഖം, വന്യത കലർന്ന ചിരി, വലിയ ഇനം പുഴുക്കളെ പോലുള്ള വിരലുകൾ, കറുത്ത കറ പറ്റിയ ദന്തങ്ങൾ. ദയ സർവ്വശക്തിയുമെടുത്ത് ശ്രീറാമിൻ്റെ കൈകളിൽ കിടന്നു കുതറി. സ്വയം രക്ഷയ്ക്കെന്നോണം അവൻ്റെ കൈത്തണ്ടയിൽ നഖങ്ങൾ ആഴ്ത്തി. ശ്രീറാമിന് തൻ്റെ കൈകൾ നീറി. തൊലി നീങ്ങിയിടത്തു നിന്നും രക്തം പൊടിഞ്ഞു. എന്നിട്ടും അവൻ കൈകൾ അയച്ചില്ല. എന്നെ വിടടാ, വിട്, നിന്നെ ഞാൻ കൊല്ലും, അവൾ അലറി. റിലാക്സ് ദുർഗ, ഇത് ഞാനാണ്. ശ്രീറാം ദയയെ നിലത്ത് നിർത്തി അവന് നേരെ തിരിച്ചു. ദയ അല്പം നേരം ശ്രീറാമിനെ തുറച്ചു നോക്കി. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അയാൾ വരും, എന്നെ വേദനിപ്പിക്കും, എന്നെ തൊടും. അവൾ കുഞ്ഞുങ്ങളെപ്പോലെ പദം പറഞ്ഞ് കരഞ്ഞു. ശ്രീറാം അവളുടെ നെറുകയിൽ തഴുകി. ഇല്ല ദുർഗ, അയാൾ ഇനി വരില്ല, തന്നെയൊന്നും ചെയ്യില്ല. ഞാനില്ലേ, അയാളെ കൊല്ലണം. അവൾ വീണ്ടും ശ്രീറാമിൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവരെ നോക്കി. അയാളെ ഞാൻ കൊന്നു ദുർഗ, ഇനി അയാൾ വരില്ല, ഒരിക്കലും വരില്ല. അവളെ സമാധാനിപ്പിക്കാനെന്നോണം ശ്രീറാം പതർച്ചയോടെ പറഞ്ഞു. ദയയുടെ കണ്ണുകൾ തിളങ്ങി. ശരിക്കും? ഒരു ഉറപ്പിനെന്ന പോൽ അവൾ വീണ്ടും ചോദിച്ചു. മറുപടിയായി അവനൊന്ന് മൂളിയതേയുള്ളൂ.